നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ വ്യത്യസ്തമായ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പൊരി, മുർമുറ അല്ലെങ്കിൽ പഫ്ഡ് റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഞാൻ 4 കപ്പ്, ഈ കപ്പിൽ 4 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് രണ്ട് പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിൽ ഇതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ഓർഗാനിക് പഫ്ഡ് റൈസാണ്, അതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല. ഞാൻ 2 പ്രാവശ്യം കഴുകി. ചില പൊടിയിൽ ഒരുപാട് കറുപ്പ് കളറിലൊക്കെ നമ്മൾ പൊടികളൊക്കെ കാണാറുണ്ട്, അതുകൊണ്ട് 3 പ്രാവശ്യമോ ഇല്ല കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്കിത് അരിപ്പയിലിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് അതിലുള്ള അധികമുള്ള വെള്ളം ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ മാറ്റി വയ്ക്കാം. നമുക്ക് 2 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്, എന്നിട്ട് മാറ്റി വെച്ചു. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നിലക്കടലയും ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇതിലേക്ക് നമുക്ക് ജീരകം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അതിലേക്ക് സവാള മുറിച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, തക്കാളി ചെറുതായി മുറിച്ചത്, പിന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിനോ അല്ലെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊരിയിൽ നമുക്ക് ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് വേണം, പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടുതലായി പോകും. പിന്നെ 1 നുള്ള് കായപ്പൊടിയും 1 നുള്ള് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 മിനിറ്റിൽ തന്നെ നമുക്കിതെല്ലാം വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കതിലേക്ക് നല്ല ഉള്ളിയും ഒക്കെ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നു കഴിഞ്ഞു, വെജിറ്റബിൾസും നല്ലപോലെ കുക്കായി. നമുക്കതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്താൽ മതിയാകും. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് നിറയെ തന്നെ ചേർത്ത് കൊടുത്താലാണ് നല്ല രുചി ഇതിന്. അപ്പോൾ നമ്മുടെ പൊരി ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.